നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തൊടുപുഴയിൽ AI സംഘർഷം. സമുദായ സൗഹാർദ്ദം തകർത്തതാണ് UDF ഭരണത്തിന്റെ നേട്ടമെന്ന് മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുബൈദ സയ്യിദ് മുഹമ്മദ് രാജിവെച്ചു. രാജി UDF ധാരണ പ്രകാരം. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ സംഘർഷം. കൌണ്ടിംഗ് സ്റ്റേഷനായ IC കോളേജിന് മുന്നിലാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പീരുമേട് വൈസ് പ്രസിഡന്റ് ലിറ്റീഷിന് പരിക്കേറ്റു. തൊടുപുഴ നിയോജക മണ്ഡലം A വിഭാഗം നിലനിർത്തി. സാം ജേക്കബ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഐയിലെ ബിനീഷ് ലാലാണ് വൈസ് പ്രസിഡന്റ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങളും A വിഭാഗം നേടി. കേരളത്തിൽ നിലനിന്ന സാമുദായിക സൗഹാർദ്ദം തകർത്തതാണ് UDF ഭരണത്തിന്റെ നേട്ടമെന്ന് RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ NK പ്രേമചന്ദ്രൻ. സാമുദായിക സംഘടനകൾ തമ്മിലുള്ള വിശ്വാസം ഇല്ലാതാക്കിയതാണ് UDF തന്ത്രത്തിന്റെ ഭാഗമാണ്. NCPയിൽ നിന്നും രാജിവെച്ച് RSPയിൽ ലയിച്ചവരുടെ കൺവെൻഷൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം തൊടുപുഴ നിയോജക മണ്ഡലം ഈ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 2 പ്രാവശ്യം RSP മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തൊടുപുഴ നിയോജക മണ്ഡലം. പാർട്ടിക്ക് നിർണായകമായ സംഘടനാ സ്വാധീനവും ബഹുജനാടിത്തറയും ഒരു കാലഘട്ടത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. എന്നാൽ സംഘടനാപരമായി പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രൂപപ്പെട്ട ഭിന്നിപ്പുകളൊക്കെ തൊടുപുഴ
തൊടുപുഴ മണ്ഡലത്തിലെ പാർട്ടിയുടെ സംഘടനാ ശേഷി ദുർബലപ്പെടാനിടയായി എന്നുള്ളത് വസ്തുതാപരമായി തന്നെ ഞങ്ങൾ വിലയിരുത്തുകയാണ്. എന്നാൽ ആ ദൗർബല്യം പരിഹരിക്കാൻ പര്യാപ്തമാകുന്ന നിലയിൽ നല്ല ഒരു വിഭാഗം പ്രവർത്തകർ സഖാവ് KK ഷുക്കൂറിന്റെയും സിജുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തൊടുപുഴ മണ്ഡലത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന നല്ലൊരു വിഭാഗം പ്രവർത്തകരാണ് ഇന്നലെ അവർ പ്രവർത്തിച്ച നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് ചുവന്ന കൊടിയുടെ മുകൾ വശത്ത് വെള്ളവൃത്തത്തിൽ ചുവന്ന അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്തിട്ടുള്ള RSPയുടെ പതാക ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ പ്രവർത്തക കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. യോഗത്തിൽ KK നീലാംബരൻ അധ്യക്ഷനായിരുന്നു. MS സിജു, KK ഷുക്കൂർ, TV ബാപ്പു, N സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാഹനം കാറിൽ ഇടിച്ചത് സംഘർഷത്തിനിടയാക്കി. ഡ്രൈവർ മദ്യപിച്ചിരുന്നത് മൂലമാണ് അപകടമുണ്ടായതെന്ന് ആരോപിച്ച് നാട്ടുകാർ വാഹനം തടഞ്ഞിട്ടു. മൂവാറ്റുപുഴ റോഡിൽ അച്ചൻകവലയിലാണ് സംഭവം. തുടർന്ന് പോലീസ് എത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാഹനം ഓടിക്കുന്നവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ശിക്ഷിക്കപ്പെട്ടവർ ആവരുതെന്ന കർശന ചട്ടം നിലനിൽക്കെ ഉണ്ടായ സംഭവം പോലീസ് ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുബൈദ സയ്യിദ് മുഹമ്മദ് രാജിവെച്ചു. UDFിലെ ധാരണ പ്രകാരമാണ് രാജി. 1 വർഷത്തേക്കാണ് സുബൈദയ്ക്ക് വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയിരുന്നത്. ലീഗിലെ തന്നെ സാബിറ ഷെരീഫ് പുതിയ വൈസ് ചെയർമാനാകുമെന്ന് വിവരം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊപ്പം എത്തി മുനിസിപ്പൽ സെക്രട്ടറി മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത്. പുതിയ വൈസ് ചെയർമാനെ പാർട്ടി തീരുമാനിക്കുമെന്ന് സുബൈദ CTV ന്യൂസിനോട് പറഞ്ഞു. UDFിന്റെ തീരുമാനപ്രകാരം നമ്മുടെ പീരീഡ് തീരുകയാണ്. അതുകൊണ്ട് ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. പിന്നെ അടുത്ത പാർട്ടി തീരുമാനിക്കും ആരാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടും എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. വാർഡ് തലത്തിലും മുനിസിപ്പാലിറ്റി ആയാലും എല്ലാത്തിലും നല്ല രീതിയിലാണ്, നമുക്ക് നല്ല അനുഭവമാണ് കിട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷമായാലും BJP ആയാലും എല്ലാവരുമായിട്ടും നല്ല സഹകരണത്തിലാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇളംപ്രദേശം ബ്ലോക്ക് പഞ്ചായത്ത് ലോക പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിക്കും. ജൂൺ 5-ന് ആരംഭിച്ച് 7-ന് സമാപിക്കുന്ന വിധത്തിലാണ് പരിപാടി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സിബി ദാമോദരൻ പറഞ്ഞു. 5-ന് രാവിലെ 10-ന് കാഞ്ഞാറിൽ പരിപാടിക്ക് തുടക്കമാകും. 7-ന് രാവിലെ 11-ന് സംയോജിത നീർത്തട പദ്ധതി മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ M മോനിച്ചൻ, വത്സമ്മ അബ്രഹാം, പുഷ്പ വിജയൻ, MR ഉദയൻ എന്നിവർ പങ്കെടുത്തു. വനവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ കാഞ്ഞാറിൽ വച്ച് നിർവഹിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നാളെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെമിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്കും വൃക്ഷത്തൈ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു നടപടികളാണ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ 6-ാം തീയതി നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് 3,21,00,000 മുടക്കാവുന്ന ഒരു പദ്ധതി IWMB പദ്ധതി ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന് അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 5 വാട്ടർ ഷെഡുകളാണ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ആലക്കോട്, കൊടയത്തൂർ, മുട്ടം പഞ്ചായത്തുകളിലായിട്ടാണ് ഈ 5 വാട്ടർ ഷെഡുകളും സ്ഥിതി ചെയ്യുന്നത്. ഈ 5 വാട്ടർ ഷെഡുകളിലായി 3,21,00,000 രൂപ ചെലവഴിക്കപ്പെടുമ്പോൾ ഈ പ്രദേശത്തെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം വഹിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ നഗരസഭാ പ്രദേശത്ത് ഫോഗിംഗ് ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഫോഗിംഗ് ഉദ്ഘാടനം ചെയ്തു. ഡെങ്കിപ്പനി പോലുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ഫോഗിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ
സെൻറ് മേരീസിൽ നിന്ന് ആരംഭിച്ച് 6 പ്രൈവറ്റ് ആശുപത്രിയും കാരിക്കോട് ആശുപത്രിയും ഇന്ന് പൂർത്തീകരിക്കും. അതിനുശേഷം നാളെ ഈ ഡെങ്കിപ്പനിയൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ള വീടിൻ്റെ പരിസരവും അതുപോലെ ടൗണിനും നാളെ പോയി നടത്തുന്നതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും ടൗണിലും അതുപോലെ തന്നെ ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി നടത്തും. 5ാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. അങ്ങനെ ഈ ബോയിങ്ങിലൂടെ ഈ കൊതുകുകളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം യൂണിറ്റിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കേരള കൗമുദി ഇടുക്കി ബ്യൂറോ ചീഫ് പി ബാലുവിന് യാത്രയയപ്പ് നൽകി. ഇടുക്കി പ്രസ് ക്ലബ് ആഭിമുഖ്യത്തിലാണ് യാത്രയയപ്പ് നടന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജോൺ വെങ്ങേത്തടം തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കുടുംബം പോലെ വിവിധ പത്രക്കാർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജില്ല കേരളത്തിൽ അപൂർവമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അന്ന് എഴുതിയ സ്റ്റോറിക്ക് എതിരായി തന്നെ സ്റ്റോറി ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആദ്യ ബഹളം നടക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ ഡാം സാങ്കേതിക നിർമ്മാണ രീതികൾ വെച്ചിട്ട് ഇനി ഈ ഡാം ഒരിക്കലും തകരില്ല എന്ന് പറഞ്ഞാൽ ഡാം ഡിസൈൻ ചെയ്യുന്നതിന് അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന PS വൈദ്യനാഥൻ എന്ന് പറയുന്ന എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ, അന്ന് എനിക്ക് തോന്നുന്നത് BJPയുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സമയമാണ്, ജയലളിതയായിട്ടുള്ളവരുടെ സഖ്യം നിൽക്കുന്ന സമയമാണ്. അപ്പം ആ ഒരു സമയത്ത് എത്തരത്തിലുള്ളൊരു സാധനം ഞാൻ എൻ്റെ അന്നത്തെ ലാബ് ജേർണൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ബാലചേട്ടനെ എഴുതി മേടിച്ചിട്ട് അന്ന് ജന്മഭൂമിയുടെ വാരാന്ത്യത്തിൽ അതൊരു സ്റ്റോറി ആയിട്ട് ഞാൻ ബാലചേട്ടൻ കയറുന്നത് പെട്ടെന്ന് കണ്ടു. അതാണ് എനിക്ക് കരിയറിൽ ആദ്യം കിട്ടുന്ന സ്റ്റോറി. പിന്നീട് ഞാൻ മംഗളത്തിലായിരുന്നു. മംഗളത്തിലെ 2 വർഷം. അതിനുമുമ്പ് ഫോട്ടോ വേഡ് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ തുടക്കക്കാരൻ. അത് കറങ്ങി ഇടുക്കിയിലേക്ക് ഞാൻ എനിക്ക് ആദ്യമായി ഒരു ബ്യൂറോ ചാർജിൽ കിട്ടുന്ന ജില്ലയാണ്. ഇവിടെ നീ പറഞ്ഞ പോലെ ഞാനൊരു 10-15 വർഷത്തോളം ചെയ്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു 1.5 വർഷം ഞാൻ അതിനിടയ്ക്ക് ഡെസ്കിലിരുന്നിട്ടുള്ളൂ. പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇവിടുന്ന് KSEB വർക്കേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഊർജ്ജ പ്രതിസന്ധി സംബന്ധിച്ച് തൊടുപുഴയിൽ സംവാദം നടന്നു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഓഫീസേഴ്സ് അസോസിയേഷൻ മധ്യമേഖലാ സെക്രട്ടറി കുര്യൻ സെബാസ്റ്റ്യൻ മോഡറേറ്ററായിരുന്നു. ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി. അതുപോലെ വിതരണത്തിലുള്ള കമ്പനികൾക്കെല്ലാം ഭീമമായ പ്രവർത്തനം നേരിടുന്നു. ഈ നഷ്ടം സംഭവിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഠനങ്ങളിലേക്ക് സ്വകാര്യ മേഖലയെ പോഷിപ്പിക്കുവാനും അതുപോലെ തന്നെ കുട്ടികളുടെ അവരെ ലാഭം ചെയ്യുവാനുള്ള രീതികളാണ് സൗകര്യം കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വൈദ്യുതി ബോർഡുകളുടെ പ്രസിദ്ധിയിലായിരിക്കും. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ പകൽ 1 മണിക്കൂർ, രാത്രി 1/2 മണിക്കൂർ ലോട്ടറി വ്യവസായങ്ങളുടെ 10% മുതൽ 20% വരെ പവർക്കട്ട് മാതൃഭൂമിയിലെ അപ്പുറത്തെ പണിയുടെ പേരിൽ പവർഭൂമിയുടെ ജനവഴി വൈദ്യുതി ശരി 2 വർഷത്തിനുള്ളിൽ 2 തവണ വൈദ്യുതി ചാർജ് വൈദ്യുതിയും ജീവനക്കാരെ 2 വീടുകൾ പുതിയ വൈദ്യുതിക്കാരിൽ മാത്രമല്ല ഉള്ളവരുടെ തിരിച്ചുവയ്ക്കപ്പെടും. ഈ 2 വർഷത്തോളം സംസ്ഥാനത്തെ അനുഭവമാണ്. വൈദ്യുതിയുടെ മാനേജ്മെന്റ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി അനാഥികാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെയും പോലീസിന്റെയും സംയുക്ത യോഗം തൊടുപുഴയിൽ നടന്നു. വിദ്യാലയ വർഷാരംഭത്തിൽ തന്നെ എടുക്കേണ്ട സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം നടന്നത്. മൊബൈൽ ഫോണുകളും ബൈക്കുകളും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയർന്നു. അധ്യാപകരും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. CI സജി മാർക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് SI സുരേഷ്, SI ഉണ്ണികൃഷ്ണൻ, ASI സോണി, CRO സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പാംപ്ലെറ്റുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊക്കെ ഒട്ടിക്കുക. അതിന്റെ ദൂഷ്യവശം ഞങ്ങൾ കുറച്ച് കേസുകളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും ഈ എന്താ പറയുക, കേസുകളൊന്നും പരിഹാരമല്ല. ഒളിച്ചു വെച്ചൊക്കെ വിൽപ്പനയൊക്കെ ഉണ്ട്. അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. 100 മീറ്റർ ചുറ്റുള്ള സ്കൂളിന്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുകയാണെങ്കിൽ പറയുക. അത് നമുക്ക് അതിനുള്ള നടപടികൾ ചെയ്യാം, കേസെടുക്കാം.
പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓഫൻസുകൾ ഞാൻ പറയുന്നത് ബസ്സിൽ, അതുപോലെ വീടുകളിൽ മാതാപിതാക്കൾ തന്നെ ഒത്തിരി അമ്മമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ പീഡനത്തിനിരയാകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതും പ്രത്യേകിച്ച് അധ്യാപകർ ചോദിച്ചാൽ പോലീസ് ചോദിക്കുമ്പോൾ പറഞ്ഞേക്കാളും കൂടാതെ നിങ്ങളോട് കുറച്ചും കൂടെ ഒരു ബന്ധം കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് തുറന്ന് പറയാമായിരിക്കാം, സ്നേഹമുള്ള ടീച്ചർമാർക്ക് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒഫൻസുകളെ കുറിച്ച്, കുറ്റകൃത്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും പീഡനങ്ങളോ ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത് ചെയ്യണം. പ്രത്യേകിച്ച് മൊബൈൽ ഫോണും ബൈക്കും, പെൺകൊച്ചിനെ രക്ഷപ്പെടുത്തുന്ന ഈ മൊബൈൽ ഫോണും ആൺകൊച്ചിനെ രക്ഷപ്പെടുത്തുന്ന ഒരു ബൈക്കും എടുത്തു കൊടുത്താൽ മതിയെന്ന് പറയില്ല. അപ്പോൾ അവർ ബൈക്ക് എടുത്ത് കൊടുത്താൽ അവനെ എവിടെയും ഇടിച്ച് അവൻ്റെ പരിപാടി ചെയ്യുന്നുള്ളൂ. മൊബൈൽ എടുത്ത് കൊടുത്താൽ പെൺകൊച്ച് ആരെങ്കിലും പിടിച്ച് അവൻ്റെ കൂടെ പെൺകൊച്ചും മക്കളും. അപ്പോൾ അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികൾ ഈ മൊബൈൽ ഫോൺ കാരണന്മാരോട് പറഞ്ഞു കൊടുത്തത് ഞങ്ങൾക്ക് അവർ കാണുന്നില്ല. നിങ്ങൾക്ക് പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബൈക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഓരോരുത്തർ ചെയ്യാം. പക്ഷെ അത് വളരെ ദോഷത്തിലേക്ക് എത്തിയാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കൈകാണിക്കുമ്പോൾ ഇവർ 2-3 പേരെ വെച്ചാൽ അവർ നിർത്തൂല, പിടിവിട്ടുപോയി എവിടെയെങ്കിലും ഇടിച്ച് മറിഞ്ഞ് ചാവും. പിന്നെ പോലീസ് ഓടിച്ച് അവരെ ഇതെന്നും പറഞ്ഞുള്ള പ്രശ്നങ്ങൾ അത് വേറെ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട്. ഞങ്ങളിത് മാക്സിമം ഇത് ഒഴിവാക്കാൻ വേണ്ടി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാക്സിമം സ്കൂളിൻ്റെ അടുത്ത് മഫ്തിയിലും അതുപോലെ വനിതാ പോലീസൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സഹായത്തോടെ കൂടി നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് മാക്സിമം സുരക്ഷിതത്വം നൽകിക്കൊണ്ട്. പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂളിൽ വ്യത്യസ്തതയാർന്ന പ്രവേശനോത്സവമാണ് ഇക്കുറി നടന്നത്. മജീഷ്യൻ KK ശ്രീകുമാറാണ് കുട്ടികളെ വരവേറ്റത്. മാനേജർ ഫാദർ ജോസ് കണ്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ജെസ്സി വർഗീസ്, ഹെഡ്മാസ്റ്റർ KG ആന്റണി, മുൻ ഹെഡ്മിസ്ട്രസ് CJ മേരി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിവരുന്ന അനിശ്ചിതകാല ധരണ തൊടുപുഴയിൽ തുടരുകയാണ്. ഇന്നത്തെ ധരണ KST മുൻ സംസ്ഥാന പ്രസിഡന്റ് N സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. 5.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ അടുത്ത തലമുറ വീണ്ടും ആ സിവിൽ സർവീസ് രംഗത്തേക്ക്, ആകർഷകമായ സിവിൽ സർവീസ് രംഗത്തേക്ക് കടന്നു വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന യുവാക്കളടക്കമുള്ള ആളുകൾക്ക് നേരെ അവർ എടുത്ത ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും കിരാതമായ ഒരു നടപടി. ആ നടപടിയാണ് എന്റെ ഏറ്റവും മഹത്തായ ഭരണ നേട്ടമെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള തീരുമാനത്തോടുകൂടിയാണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി ഇല്ലാതാക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതല്ലാതെ മറ്റും അവിടെ ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. അപ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ അവര് ഈ സമരകാലത്ത് തന്നെ പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ പങ്കാളിത്ത പദ്ധതി എന്ന് പറയുന്ന സാധനം എടുത്ത് ഞങ്ങൾ ദൂരക്കളയും എന്ന് പറഞ്ഞു. യാതൊരു തർക്കവുമില്ല എന്നുള്ള തരത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തൊടുപുഴയിൽ AI സംഘർഷം.
സമുദായ സൗഹാർദ്ദം തകർത്തതാണ് UDF ഭരണത്തിന്റെ നേട്ടമെന്ന് മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുബൈദ സയ്യിദ് മുഹമ്മദ് രാജിവെച്ചു. രാജി UDF ധാരണ പ്രകാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.